കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്നതിന് വിലക്ക്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ചൊവ്വാഴ്ച വരെയാണ് നിയന്ത്രണം. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അഖിൽ, പുതിയ നിയന്ത്രണങ്ങൾ, നിർദ്ദേശങ്ങൾ എങ്ങനെ? ഗോകുൽ, ഈ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. മണിക്കൂറിൽ 35 മുതൽ 55 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതുകൊണ്ട് തന്നെയാണ് ഈ തീരങ്ങളിലൊക്കെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച വരെയാണ് മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം സംസ്ഥാനത്ത് ഈ തീരദേശ മേഖലയിൽ, പ്രത്യേകിച്ച് ഈ കേരള തീരത്ത് അതിശക്തമായ കാറ്റിനും അതുപോലെ തന്നെ മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരപ്രദേശത്ത് താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് അത്തരത്തിൽ തന്നെ ജനങ്ങൾ നീങ്ങണം എന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട്. ഒപ്പം സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുകയാണ്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. പത്തനംതിട്ട, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കും അതുപോലെ തന്നെ കാറ്റിനും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മലയോര മേഖലകളിലും തീരപ്രദേശത്തും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയാണ് മത്സ്യബന്ധനത്തിന് നിയന്ത്രണം. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.